നമസ്കാരം. ഹയർ സെക്കൻഡറി ഒന്നാം വർഷത്തെ അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ നമ്പർ 2 തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ഒന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ബേസും അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസും ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ കണ്ടിരുന്നു. അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ പറഞ്ഞത് റിലയബിലിറ്റി, കമ്പയറബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, റെലവൻസ്. ഈ 4 കാര്യങ്ങളും കമ്പയറബിലിറ്റി, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, റിലയബിലിറ്റി, റെലവൻസ്, ഇത് സാധ്യമാകണമെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ഫോളോ സം പ്രിൻസിപ്പിൾസ് ഓർ കോമൺ സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അത് തയ്യാറാക്കുന്ന സമയത്ത് ചില പ്രത്യേക വ്യവസ്ഥകൾ, ചില പ്രത്യേക കൺസെപ്റ്റുകൾ, ആശയങ്ങൾ, സങ്കല്പങ്ങൾ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. ലോകത്ത് എവിടെയുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കമ്പയർ ചെയ്യണമെങ്കിൽ എല്ലായിടത്തും പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒരേ തരത്തിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ 2 കാലഘട്ടങ്ങളിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ ആ 2 കാലഘട്ടത്തിലും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്തത് ഒരേ മാനദണ്ഡം അനുസരിച്ചായിരിക്കണം. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിന് ഫോളോ ചെയ്യാൻ ചില പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങൾ അഥവാ ചില സങ്കല്പങ്ങൾ, ചില അസംഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ അസംഷൻസ് അനുസരിച്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻട്രാ ഫേം കമ്പാരിസണും ഇന്റർ ഫേം കമ്പാരിസണും ഇന്റർ പീരീഡ് കമ്പാരിസണും നമുക്ക് സാധ്യമായി വരിക. 2 പീരീഡിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കമ്പയർ ചെയ്യണമെങ്കിൽ, 2 ബിസിനസ്സുകളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കമ്പയർ ചെയ്യണമെങ്കിൽ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക നിലവാരത്തിനനുസരിച്ചായിരിക്കണം, പ്രത്യേക യൂണിഫോം സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കണം തയ്യാറാക്കേണ്ടത്. So these comparison, comparability or reliability and understandability becomes possible only when the accounts of a business are prepared using consistent policies, principles and practices. So we can say that the theory base of accounting consists of principles, concepts, rules and guidelines developed over a period of time to bring uniformity and consistency in the process of accounting. അക്കൗണ്ടിങ്ങിൻ്റെ പ്രക്രിയയിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഐക്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, എല്ലാം ഒരേ തരത്തിലാകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അക്കൗണ്ടുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ രൂപത്തിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ചില പ്രിൻസിപ്പിൾസ്, ചില പോളിസീസ്, ചില കൺസെപ്റ്റ്സ് കാലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പോളിസിയും പ്രാക്ടീസസും കൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, പ്രിൻസിപ്പിൾസ് ഒക്കെ കൂടിച്ചേർന്നതാണ് അക്കൗണ്ടിങ്ങിന്റെ തിയറി ബേസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് അക്കൗണ്ടിങ് ഹാസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ്ങിന് ജനറൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ദാറ്റ് ഈസ് generally accepted accounting principles, commonly known as GAAP. Generally accepted accounting principles refers to the rules or guidelines adopted for recording and reporting of business transactions in order to bring uniformity in the preparation and presentation of financial statements. Financial statements inde പ്രിപ്പറേഷനിലും പ്രസന്റേഷനിലും യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി, ഐക്യം കൊണ്ടുവരുന്നതിന് വേണ്ടി അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ചില റൂൾസും, അക്കൗണ്ടിങ്ങിന്റെ റെക്കോർഡിങ്ങിൽ ഉപയോഗിക്കുന്ന ചില റൂൾസ്, പ്രൊസീജിയേഴ്സിനെ ആണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇത് എല്ലായിടത്തും ഒരുപോലെ അംഗീകരിച്ചത് കൊണ്ടാണ് ഇതിനെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. ലോകത്തിന്റെ എവിടെ ചെന്നാലും എല്ലാ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനും 2 ആസ്പെക്ട് ഉണ്ടാവും. ആ നിയമം ലോകത്തെല്ലായിടത്തും ബാധകമായതുകൊണ്ട് അതൊരു ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, വിച്ച് എവർ ഈസ് ലെസ്. കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും നോക്കിയിട്ട് ഏത് എമൗണ്ട് ആണോ കുറവ് ആ എമൗണ്ടിലായിരിക്കും ഒരു ബിസിനസ്സിലെ സ്റ്റോക്കിന്റെ വില നിർണ്ണയിക്കുക. ഇത്തരത്തിലുള്ള ചില പ്രിൻസിപ്പിൾസ്, ഇത്തരത്തിലുള്ള ചില റൂൾസ് ലോകത്തിന്റെ എല്ലായിടത്തും ഒരുപോലെ ബാധകമായതുകൊണ്ടാണ് അങ്ങനെ ബാധകമായിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയും ആ തിയറി ബേസിനെയും നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുമ്പോഴും അത് പ്രിപ്പയർ ചെയ്യുമ്പോഴും
പാലിച്ചിരിക്കേണ്ട ചില നിയമങ്ങൾ, പാലിച്ചിരിക്കേണ്ട ചില നയങ്ങൾ, അല്ലെങ്കിൽ പാലിച്ചിരിക്കേണ്ട ചില തത്വങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ഇത് ആവശ്യമായി വരുന്നത് ലോകത്തെല്ലായിടത്തും അക്കൗണ്ടുകൾ ഒരുപോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, മാത്തമാറ്റിക്സിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. 1 1 2 എന്ന് പറയുന്നത് ലോകത്തെവിടെ ചെന്നാലും ഒരേ പോലെ അംഗീകരിക്കപ്പെട്ടതാണ്. കാരണം അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾസ് ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ്. അതുപോലെ തന്നെ E=mc² എന്ന് പറയുന്ന ഒരു സമവാക്യം ലോകത്തെല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പ്രിൻസിപ്പിൾസ് എല്ലായിടത്തും ഒരുപോലെ പഠിപ്പിക്കുകയും ഒരുപോലെ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിലും ചില നിർദ്ദേശ തത്വങ്ങളുണ്ട്. ഈ നിർദ്ദേശ തത്വങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ബാധകമായതുകൊണ്ട് ലോകത്തെവിടെയും അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ ഒരു യൂണിഫോമിറ്റി, ഒരു കൺസിസ്റ്റൻസി അതിന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. ഞാൻ സൂചിപ്പിച്ചു, അക്കൗണ്ടിങ്ങിന് വിവിധങ്ങളായിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ് പോളിസീസും കൺസെപ്റ്റുകളും കൺവെൻഷൻസും പ്രൊസീജിയേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ പദങ്ങളൊക്കെ ഇന്റർചേഞ്ചബിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പല സാഹചര്യങ്ങളിലും പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പദങ്ങളെ ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അതായത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ്, അക്കൗണ്ടിംഗ് കൺവെൻഷൻസ്, റൂൾസ്, പോളിസീസ്, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് എന്ന് പറയാൻ സാധിക്കും. So the basic accounting concepts includes the policies, procedures, then theories, principles, practices, rules, etc. followed while preparing and presenting accounting information over a period of time. ഇതിനെല്ലാം കൂട്ടായിട്ട് നമുക്ക് ഒരുമിച്ച് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് എന്ന് വിളിക്കാൻ സാധിക്കും. ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് നമുക്ക് നോക്കാം. So the generally accepted accounting principles or basic accounting concepts include the following. One is business entity concept, money measurement concept, going concern concept, accounting period concept, cost concept, dual aspect concept or duality concept, revenue realization concept or revenue recognition concept, matching concept, full disclosure concept, consistency concept, conservatism or prudence, മെറ്റീരിയലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ഈ ഓരോ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കാണുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണ് എന്നാണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സും ബിസിനസ്മാനും രണ്ട് എൻറ്റിറ്റികളാണ്. എൻറ്റിറ്റി എന്താണ് എന്ന് നമ്മൾ മുൻ എപ്പിസോഡിൽ ഡിഫറെന്റ് ടേംസ് ഓഫ് അക്കൗണ്ടിംഗ് നിർവചിച്ചപ്പോൾ നമ്മൾ പറയുകയുണ്ടായി. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള എന്തിനേയും നമുക്ക് എൻറ്റിറ്റി എന്ന് വിളിക്കാൻ സാധിക്കും. ഏത് സ്ഥാപനത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഏത് വ്യക്തികൾക്ക് വേണ്ടിയാണോ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്, അങ്ങനെ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള ആ സ്ഥാപനത്തെ നമുക്ക് എൻറ്റിറ്റി എന്ന് വിളിക്കാൻ സാധിക്കും. സോ ബിസിനസ് ഈസ് ആൻ എൻറ്റിറ്റി എന്ന് നമ്മൾ കണ്ടതാണ്. കമ്പനികളുടെ പേരുകളൊക്കെ ഓരോ എൻറ്റിറ്റികളാണ്, ഓരോ വ്യക്തിയും ഓരോ എൻറ്റിറ്റികളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് ബിസിനസ് എന്ന് പറയുന്ന എൻറ്റിറ്റിയും ബിസിനസ്മാൻ എന്ന് പറയുന്ന എൻറ്റിറ്റിയും രണ്ടുപേർക്കും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് രണ്ടും രണ്ട് എൻറ്റിറ്റികളാണ്. ദാറ്റ് ഈസ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ബിസിനസ്മാൻ. ഒരു ബിസിനസ്സിനും ആ ബിസിനസ്മാനും തമ്മിൽ വേറെ വേറെ നിലനിൽപ്പ് ഉണ്ട് എന്നാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഒരു ബിസിനസ്സിന് അതിന്റെ ഉടമസ്ഥരിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പ് ഉണ്ട് എന്നാണ് ഈ കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത്. മിസ്റ്റർ എക്സ് സ്റ്റാർട്ടഡ് എ ബിസിനസ് ABC ലിമിറ്റഡ്. അപ്പോൾ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ് മിസ്റ്റർ എക്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്ന ABC ലിമിറ്റഡും മിസ്റ്റർ എക്സും രണ്ട് വ്യക്തികളായിട്ടാണ് പിന്നീട് അറിയപ്പെടുക. ബിസിനസ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക വ്യക്തിയാണ്. അതുകൊണ്ട് അക്കൗണ്ടിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ അക്കൗണ്ടന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ബിസിനസ്സിന് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ബിസിനസിന്റെ സൈഡിൽ നിന്നുകൊണ്ടായിരിക്കണം. ബിസിനസ്മാന്റെ കണക്കുകളും ബിസിനസ്മാന്റെ കാര്യങ്ങളൊക്കെ ബിസിനസ്മാൻ ചെയ്യും, നമ്മൾ ചെയ്യുന്നത് ബിസിനസിന്റെ കണക്കുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ പക്ഷത്ത് നിന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് മുൻ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചത്, ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ്മാൻ ക്യാപിറ്റൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചാൽ ആ ക്യാപിറ്റൽ ബിസിനസിന്റെ ലയബിലിറ്റി ആയി മാറുന്നു. കാരണം once capital is invested in the business, it becomes a liability of the business because that capital is to be repaid by the business
ടു ദി ബിസിനസ്മാൻ. ആ ക്യാപിറ്റൽ ബിസിനസ് എന്ന് പറയുന്ന എൻറ്റിറ്റി, ബിസിനസ്മാൻ എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് തിരിച്ചു കൊടുക്കേണ്ടത് കൊണ്ട് ക്യാപിറ്റൽ ബിസിനസിന്റെ ഒരു ബാധ്യതയായിത്തീരുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ബിസിനസിന്റെ സൈഡിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കണം. സോ ബിസിനസ് ആൻഡ് ബിസിനസ്മാൻ ഹാസ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. രണ്ടുപേർക്കും രണ്ട് നിലനിൽപ്പുണ്ട്. ആൻഡ് വി ആർ പ്രിപ്പയറിംഗ് അക്കൗണ്ട്സ്. ദാറ്റ് അക്കൗണ്ട്സ് ആർ ദി അക്കൗണ്ട്സ് ഓഫ് ദി ബിസിനസ് ആൻഡ് ദാറ്റ് അക്കൗണ്ടിങ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ദാറ്റ് ബിസിനസ്. ആ എൻറ്റിറ്റി ഉള്ളത് കൊണ്ടാണ് ബിസിനസിന്റെ ഒരു ഭാഷയായിട്ട്, ബിസിനസിന്റെ ഭാഷയായിട്ട് അക്കൗണ്ടിങ് നിലനിൽക്കുന്നത്. രണ്ടാമത്തെ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, only those transactions or happening in the business that can be expressed in terms of money are recorded in the books. ഒരു ബിസിനസ്സിൽ സംഭവിക്കുന്ന ഇടപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ അത് പണപരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. പണപരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇടപാടുകളും അക്കൗണ്ടിങ്ങിൽ എഴുതേണ്ട ആവശ്യമേ ഇല്ല. മോണിറ്ററി വാല്യൂ ഉള്ള, പണപരമായിട്ട് എന്തെങ്കിലും വാല്യൂ ഉള്ള ഇടപാടുകൾ മാത്രമാണ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നത്. അതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ പറയുന്നത്. ദാറ്റ് മീൻസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ആർ റെക്കോർഡഡ്, ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ആർ എക്സ്ക്ലൂഡഡ്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അളവ് തൂക്കങ്ങളും വിലയും ഇടാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എഴുതാറില്ല. ഒരു നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജർ ഉണ്ടായിരുന്നു ഒരു ബിസിനസ്സിൽ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആണ്. അത് നമ്മൾ ബുക്കിൽ എഴുതേണ്ടത് ആവശ്യമില്ല. എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാനേജർക്ക് 1,00,000 രൂപ ശമ്പളം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് ബുക്കിൽ എഴുതാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്, അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഗുണപരമായിട്ടുള്ള ഇടപാടുകൾ എഴുതേണ്ട ആവശ്യമില്ല, മറിച്ച് പണപരമായിട്ടുള്ള ഇടപാടുകൾ മാത്രം രേഖപ്പെടുത്തിയാൽ മതി. ക്യാഷ് എലമെന്റ് അഥവാ മോണിറ്ററി എലമെന്റ് ഉണ്ട് എങ്കിൽ മാത്രം ബുക്കിൽ രേഖപ്പെടുത്തിയാൽ മതി. അടുത്ത അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് assumes that a business firm would carry out its operations for an indefinite period of time. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ദീർഘകാലമായിട്ട്, അനന്തമായിട്ട്, അനിശ്ചിതമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബിസിനസ് സമീപകാല ഭാവിയിൽ പൂട്ടിപ്പോകും എന്ന അസംഷനോടുകൂടിയല്ല ബിസിനസ് ആരംഭിക്കുന്നത്. ബിസിനസിന്റെ ലൈഫ് ഒരു അൺഫോർസിബിൾ ഫ്യൂച്ചർ ആണ്. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത, മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഒരു ലൈഫ് ബിസിനസ്സിന് ഉണ്ട് എന്ന അസംഷനോട് കൂടിയാണ് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ബിസിനസ്സിൽ വാങ്ങിയിട്ടുള്ള മെഷീനറി ബിസിനസ് അടുത്ത വർഷം ലിക്വിഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ പിരിച്ചുവിടും എന്ന അസംഷനോട് കൂടിയിട്ടല്ല നമ്മൾ ഈ മെഷീനറി വാങ്ങുന്നത്. ബിസിനസ് കുറേ കാലത്തേക്ക് നിലനിൽക്കും എന്ന അസംഷനോട് കൂടി ഒരു മെഷീനറി വാങ്ങുകയും ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതൊരു അസറ്റായിട്ട് നമ്മൾ പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ബിസിനസിൻ്റെ തയ്യാറാക്കുമ്പോൾ അടുത്ത വർഷവും ബിസിനസ് ഉണ്ടാകും എന്ന അസംഷനോട് കൂടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കിയ ബാലൻസ് ഷീറ്റിൽ ഈ വർഷം ബാക്കി വന്ന ആസ്തികളും ബാധ്യതകളും അടുത്ത വർഷത്തേക്കായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം, ബിസിനസ് assumes that it will continue for an unforeseen future. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തത്രയും കാലഘട്ടത്തിൽ ഈ ബിസിനസ് നിലനിൽക്കും. ഇറ്റ് വിൽ നോട്ട് ബി ടെർമിനേറ്റഡ്, ഇറ്റ് വിൽ നോട്ട് ബി ലിക്വിഡേറ്റഡ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് പൂട്ടിപ്പോകുന്നതല്ല ബിസിനസ് എന്ന അസംഷനോട് കൂടിയാണ് നമ്മൾ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ അസറ്റുകൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു എന്നുള്ള കാരണം വരും കാലങ്ങളിലും ഈ ബിസിനസ് നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. That is, business is a going concern. It will continue its operation for a long period of time. That is, it will continue its operation for an indefinite period of time. നമുക്ക് നിർവചിക്കാൻ പറ്റാത്തത്രയും കാലത്തേക്ക് ഈ ബിസിനസിന്റെ പ്രവർത്തനം നീണ്ടുപോകുന്നതാണ്. That is going concern concept. Next concept is accounting period concept. Going concern concept പ്രകാരം നമുക്കറിയാം ഒരു ബിസിനസ്സിന് അനന്തമായ ജീവിതമാണ് ഉള്ളതെന്നറിയാം. അപ്പോൾ എപ്പോഴാണ് ഒരു ബിസിനസ് ലാഭകരമാണോ എന്നറിയുന്നത്? ഒരു ബിസിനസ് യഥാർത്ഥത്തിൽ ലാഭകരമാണോ നഷ്ടത്തിലാണോ, അത് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നറിയുന്നത് അതിൻ്റെ ലൈഫ് അവസാനിക്കുമ്പോഴാണ്. ബിസിനസ്സിന് ലൈഫ് അവസാനിക്കുന്ന എപ്പോഴാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ ലാഭം കണ്ടെത്തുക? അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിന്റെ ടോട്ടൽ ലൈഫിനെ, ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ലൈഫുള്ള ഒരു ബിസിനസ്സിനെ പല അക്കൗണ്ടിങ് പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഇപ്പോൾ ഒരു വർഷമാണെന്ന് കരുതുക.
ഒരു ബിസിനസ്സിന്റെ അനന്തമായ ലൈഫുണ്ട്. പക്ഷേ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ അതിന്റെ മൊത്തം ലൈഫിനെ ഓരോ വർഷമായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത ഓരോ വർഷത്തെയും നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് വിളിക്കുന്നു. സോ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ് അക്കൗണ്ടിങ് പീരീഡ്. ഒരു ബിസിനസ് ലാഭമാണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ അവസാനമാണ്. പക്ഷേ ബിസിനസ് എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തത് കൊണ്ട് ഓരോ വർഷത്തെയും അതിന്റെ അക്കൗണ്ടിങ് പീരീഡായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. ആ ഓരോ ഡിവൈഡ് ചെയ്ത വർഷത്തിലുമാണ് നമ്മൾ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്. ഓരോ വർഷവും എത്ര ലാഭമുണ്ടാക്കി എന്ന് നമ്മൾ നോക്കുന്നത്. സോ അക്കൗണ്ടിങ് പീരീഡ് ഈസ് എ സ്പാൻ, ഒരു നിശ്ചിത കാലഘട്ടമാണ്. അറ്റ് ദി എൻഡ് ഓഫ് വിച്ച് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് പ്രസന്റഡ്. അതിന്റെ ആ സ്പാനിന്റെ അവസാനമാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നത്. സാധാരണ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും പ്രസന്റ് ചെയ്യേണ്ടത് ബിസിനസ് അവസാനിക്കുമ്പോഴാണ്. പക്ഷേ ബിസിനസ് അവസാനിക്കുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടം നമ്മൾ തീരുമാനിക്കുന്നു. യൂഷ്വലി ഇറ്റ് ഈസ് 1 year. ആ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അതിന്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നു. That accounts are prepared to know whether the business has earned profit or incurred loss during that accounting period, and what exactly is the position of that business, what exactly the position of its assets and liabilities. ആ പീരീഡിലേക്ക് ആ ബിസിനസിന്റെ യഥാർത്ഥ പൊസിഷൻ എന്താണ്, ആ ബിസിനസിന്റെ ആ പീരീഡിലേക്കുള്ള അസറ്റ്സ് എന്താണ്, ലയബിലിറ്റി എന്താണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ ടോട്ടൽ ലൈഫ് ഓഫ് ബിസിനസ് ഈസ് ഡിവൈഡഡ് ഇൻടു സ്മോളർ പീരിയഡ്സ്. ദാറ്റ് സ്മോൾ പീരിയഡ്സ് ആർ കോൾഡ് അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ നമ്മൾ ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് പീരീഡ് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം. മറ്റൊരു കൺസെപ്റ്റ് ആണ് കോസ്റ്റ് കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ഓൾ അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് അറ്റ് ദെയർ പർച്ചേസ് പ്രൈസ്. ഒരു അസറ്റ് അതിന്റെ ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ പർച്ചേസ് പ്രൈസിലായിരിക്കും രേഖപ്പെടുന്നത്, കോസ്റ്റ് പ്രൈസിലായിരിക്കും രേഖപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് ഒരു അസറ്റ് വാങ്ങിയത് 2 ലക്ഷം രൂപയ്ക്കാണ് എങ്കിൽ ആ 2 ലക്ഷം രൂപയാണ് ബുക്കിൽ കാണിക്കുക. അടുത്ത വർഷം ആ അസറ്റിന്റെ വില ചിലപ്പോൾ 2,10,000 രൂപയായിട്ട് കൂടിയിട്ടുണ്ടാവും. മാർക്കറ്റ് വാല്യൂ, അതിന്റെ ഇന്നത്തെ വിപണി മൂല്യം 2,10,000 ആയാലും ആ അസറ്റിന്റെ വില നമ്മൾ കാണിക്കുന്നത് 2 ലക്ഷം രൂപയ്ക്കായിരിക്കും. എത്ര രൂപയ്ക്കാണോ ഒരു അസറ്റ് നമ്മൾ വാങ്ങിയത് ആ വാങ്ങിയ വിലയ്ക്കായിരിക്കണം ബുക്കിൽ അസറ്റുകൾ കാണിക്കേണ്ടത്, അല്ലാതെ അതിന്റെ മാർക്കറ്റ് വാല്യൂവിൽ ആവരുത് എന്നാണ് കോസ്റ്റ് കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പർച്ചേസ് പ്രൈസ് ഓഫ് ആൻ അസറ്റ് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് നമ്മൾ ആ അസറ്റ് വാങ്ങിയപ്പോൾ കൊടുത്ത വില പ്ലസ് ആ അസറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്കുണ്ടായ ചിലവ്, ആ അസറ്റ് കടയിൽ നിന്ന് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വന്ന ചിലവ് എല്ലാം കൂടെ കൂടിയതാണ് ആ അസറ്റിന്റെ പർച്ചേസ് പ്രൈസ്. പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ്സ് അക്വിസിഷൻ പ്രൈസ്, അസറ്റ് വാങ്ങിയ വില, പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ്, അത് സ്ഥാപിക്കാനുണ്ടായ വില, പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ആ അസറ്റ് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വന്ന ചിലവ്. ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ നമ്മൾ വാങ്ങുമ്പോൾ 25,000 രൂപ കൊടുത്തൊരു കമ്പ്യൂട്ടർ വാങ്ങിയെന്ന് കരുതുക. 25,000 രൂപ കൊടുത്ത് വാങ്ങിയ കമ്പ്യൂട്ടർ അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടാവില്ല. അതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഒരു 5,000 രൂപ മുടക്കി എന്ന് കരുതുക. അപ്പോൾ ആ കമ്പ്യൂട്ടറിന്റെ വില 25,000 അല്ല, മറിച്ച് 5,000 കൂടെ കൂട്ടി 30,000 രൂപയാകുന്നു. ആ 30,000 രൂപയാണ് അതിന്റെ കോസ്റ്റ് പ്രൈസ്. ആ കോസ്റ്റ് പ്രൈസിലാണ് അസറ്റ് ബുക്കിൽ കാണിക്കേണ്ടത് എന്ന് അർത്ഥം. ഇനി അടുത്ത വർഷം ഈ കമ്പ്യൂട്ടറിന്റെ വില 35,000 ആയാലും നമ്മൾ ബുക്കിൽ കാണിക്കുന്നത് 30,000 രൂപ തന്നെയായിരിക്കും. കാരണം ആ വിലക്കാണ് അസറ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏത് വിലക്കാണോ അസറ്റുകൾ വാങ്ങിയത്, വാങ്ങിയ വിലക്കുള്ള അസറ്റുകൾ മാത്രമാണ് ബുക്കിൽ കാണിക്കേണ്ടത് എന്നാണ് കോസ്റ്റ് കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ്, എന്താണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അഥവാ GAAP ഗ്യാപ്, എന്താണ് ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ്, ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സുകൾ ഏതൊക്കെയാണ്, അതിൽ പ്രധാനപ്പെട്ട ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളായിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് ആൻഡ് കോസ്റ്റ് കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത്. ബാക്കി അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.